പഠിക്കാൻ മിടുക്കനായിരുന്നു കാസർകോട്ടെ പ്രകാശേട്ടൻ. എന്നാൽ സാമ്പത്തിക പ്രയാസം അതിന് അനുവദിച്ചില്ല. 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി കൂലിപ്പണിക്ക് പോയി. പക്ഷേ അക്ഷരങ്ങളോടുള്ള പ്രകാശന്റെ പ്രണയം തുടർന്നു. ജീവിതം കവിതയായി. പ്രകാശൻ കവിയും. അത്തിക്കടവിലെ പ്രകാശന്റെ കവിത ഇനി 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ മലയാള പാഠപുസ്തകത്തിൽ പഠിക്കും. എൻ്റെ പേര് പ്രകാശൻ എന്നാണ്. അപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബളാൽ അത്തിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അത്തിക്കടവ് ഊരിലാണ് താമസിക്കുന്നത്. GHSS ബളാൽ സ്കൂളിലാണ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം ഉണ്ടായത്. എനിക്കെന്തായാലും ഒമ്പതാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ 9ാം ക്ലാസ്സിന് ശേഷം എനിക്ക് പഠിക്കാൻ പറ്റില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ടും ചില പ്രശ്നങ്ങൾ കൊണ്ടും എൻ്റെ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. സ്കൂൾ കാലയളവിൽ തന്നെ ഒരുപാട് എഴുതാനുള്ള അവസരങ്ങൾ, അങ്ങനെ എഴുത്തിനോടുള്ള പ്രണയവും എഴുതാനുള്ള അക്ഷരങ്ങളോടുള്ള പ്രണയമാണ് എന്നെ എഴുത്തിലേക്ക് നയിച്ചത്. വീട്ടിലെ ചില പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് കർണാടകയിലേക്ക് ഇറങ്ങിപ്പോയതാണ്. അവിടെ ഒരു വീട്ടിലാണ് ഞാൻ 2-3 വർഷം താമസിച്ച് അവിടെ കുത്തിയിരുന്ന് എഴുതുക കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളെ നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് രാത്രി കിട്ടുന്ന ഉറങ്ങുന്ന സമയത്തൊക്കെ ഇരുന്ന് എഴുതി കൂട്ടുമായിരുന്നു. നിരവധി എഴുത്തുകളായിരുന്നു അവിടെ സംഭവിച്ചത്. അന്ന് എഴുതി കളിയാക്കലുകളും പറച്ചിലുകളും വെറുതെ എഴുതി കൂട്ടുക എന്നുള്ളതുണ്ടായിരുന്നു. പിന്നീട് കവി എന്ന ഒരു പേരും ഇതൊക്കെ വന്നപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളാണ് എന്ന് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഗോത്ര ഭാഷയിൽ ഒരു സാഹിത്യം ഉണ്ടെന്ന് നമ്മുടെ പ്രിയങ്കരനെ അശോകൻ മറയൂരാണ് തെളിനിരയിൽ ആദ്യം ഒരു കവിത വരികയും പിന്നെ DC-ലൊക്കെ പുസ്തകം ചെയ്തത്. കാട് ആരത് എന്ന് പറയുന്ന ഗോത്രഭാഷ കവിത 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പഠിക്കാനുള്ളത്. മലയാള സിലബസിലെ ആ കവിത വലിയ അങ്ങേയറ്റം സന്തോഷമാണ്. കാടും നമ്മളും എന്താണ് ആത്മബന്ധം എന്നുള്ളതും കാടിനോട് ഏത് തരത്തിൽ നീതി പുലർത്തണം എന്നൊക്കെയാണ് ആ കവിത മുന്നോട്ട് വയ്ക്കുന്ന നയം. കാടങ്കൊരു വാസയുണ്ട്, മണയുണ്ട്, പാട്ടുണ്ട്, പയമയുണ്ട്. വീന്ത് മുളച്ചത് ചാഞ്ച് മുളച്ചത് കാടങ്ങനെ. നമ്മ നട്ട കാടല്ലേ, കാട് കാടായിട്ട് വന്നത്. പച്ചക്കാടെങ്ക് പച്ച പാട്ടുണ്ട്, കിളിക പാടും കാട്ടുമക്ക റങ്കിയ കാട്, വളർന്ന കാട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.